നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 ക്രിക്കറ്റിൽ UK മണ്ണി തുടർച്ചയായി ഏറ്റുവാങ്ങിയ 4 കനത്ത പരാജയങ്ങളുടെ വലിയ ക്ഷീണവും നിരാശയും ഏകദിന പരമ്പരയിലൂടെ തീർക്കാൻ പുതിയ യുവ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം നാളെ കളത്തിലിറങ്ങുകയാണ്. ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയ്ക്ക് ചൊവ്വാഴ്ച ബർമിംഗ്ഹാമിലെ വിഖ്യാതമായ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ തുടക്കമാവുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതലാണ് ഈ ആവേശപ്പോരാട്ടം തത്സമയം ആരംഭിക്കുന്നത്. ഈ പര്യടനത്തിന്റെ തുടക്കത്തിൽ കുഞ്ഞൻ ടീമായ അയർലൻഡിനോട് 0-2 എന്ന നിലയിലും തൊട്ടു പിന്നാലെ കരുത്തരായ ഇംഗ്ലണ്ടിനോട് 0-4 എന്ന നിലയിലും 2020 പരമ്പരകളിൽ ഇന്ത്യ പൂർണ്ണമായി തൂത്തുവാരപ്പെട്ടിരുന്നു. 2020 ഫോർമാറ്റ് നേരിടുന്നു വന്ന ഈ വലിയ നാണക്കേടും തകർച്ചയും ഒരു മികച്ച ഏകദിന പരമ്പര വിജയത്തിലൂടെ പൂർണ്ണമായി മായ്ച്ചു കളയാനായിരിക്കും ക്യാപ്റ്റൻ ഗില്ലും സംഘവും നാളെ ലക്ഷ്യമിടുന്നത്. അതുമാത്രമല്ല, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനായി ടീമിനെ കൃത്യമായി സജ്ജമാക്കാനും തയ്യാറെടുക്കാനും ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സുവർണാവസരം കൂടിയാവും ഈ വരാനിരിക്കുന്ന പരമ്പര. അതിനാൽ തന്നെ ഒട്ടും അലസതയില്ലാതെ അതീവ ഗൗരവത്തോടെ മാത്രമായിരിക്കും ഓരോ മത്സരത്തെയും ഇന്ത്യൻ ടീം സമീപിക്കുക. ലോകകപ്പിന് മുമ്പായി ഏറ്റവും മികച്ച ഒരു ടീം കോമ്പിനേഷൻ കണ്ടെത്തുന്നതിനൊപ്പം ടീമിന്റെ നിലവിലെ ശക്തിയും വലിയ ദൗർബല്യങ്ങളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും ഈ പരമ്പര ഇന്ത്യൻ മാനേജ്മെന്റിനെ ഏറെ സഹായിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ ബാറ്റിംഗ് ജോഡികളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സാന്നിധ്യം ഈ പരമ്പരയെ ആരാധകർക്ക് മുമ്പിൽ കൂടുതൽ സ്പെഷ്യലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പരിക്ക് കാരണം നിലവിൽ വിശ്രമിക്കുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഈ ഏകദിന പരമ്പരയുടെ ഭാഗമല്ല എന്നത് ഇന്ത്യക്ക് ചെറിയൊരു തിരിച്ചടിയാണ്. എഡ്ജ്ബാസ്റ്റണിൽ നടക്കുന്ന ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യയുടെ ശക്തമായ സാധ്യതയിലാവാൻ എങ്ങനെയാണെന്ന് താഴെ വിശദമായി പരിശോധിക്കാം. ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ മുൻനിര ബാറ്റിംഗ് ലൈനപ്പ് അല്ലെങ്കിൽ ടോപ്പ് 5 പൂർണ്ണമായും ഫിക്സ്ഡ് ആണെന്ന് തന്നെ പറയാം. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കളിക്കാരന് അപ്രതീക്ഷിതമായി പരിക്കേറ്റ് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ടീം മാനേജ്മെന്റിന് മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയുള്ളൂ. യുവ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മുൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയുമായിരിക്കും ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ നാളെ ക്രീസിലെത്തുക. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് കരിയറിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പരമ്പര കൂടിയാവും ഇത്. കാരണം ഈ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫോമിന്റെയും ശാരീരിക ഫിറ്റ്നസിന്റെയും എല്ലാം കാര്യത്തിൽ BCCI സെലക്ടർമാർക്കും ആരാധകർക്കും വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. ഈ കാരണങ്ങളാൽ തന്നെ അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പിൽ ഹിറ്റ്മാന്റെ പങ്കാളിത്തവും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നത്തിലാണ് നിൽക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന ഈ വിമർശനങ്ങൾക്കെല്ലാം തന്റെ തനത് ബാറ്റിംഗ് ശൈലിയിലൂടെ കൃത്യമായി മറുപടി നൽകാനും വിമർശകരുടെ വായടിപ്പിക്കാനും രോഹിത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച വേദിയാവും ഈ ഇംഗ്ലണ്ട് പരമ്പര. രോഹിത് ഗിൽ ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം 3-ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങുക റൺ മെഷീൻ എന്നറിയപ്പെടുന്ന ഇതിഹാസ ബാറ്റർ വിരാട് കോഹ്ലിയായിരിക്കും. കഴിഞ്ഞ IPL സീസണിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു മടങ്ങിവരവ് കൂടിയാവും ഈ മത്സരം. പരിക്ക് കാരണം അഫ്ഗാനിസ്ഥാനുമായി നടന്ന അവസാന ഏകദിന പരമ്പര കോഹ്ലിക്ക് പൂർണ്ണമായി നഷ്ടമായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തുന്ന കോഹ്ലിക്ക് ബാറ്റിംഗിലെ തന്റെ പഴയ ഫോമും താളവും എല്ലാം വിദേശ പിച്ചുകളിൽ എത്രയും വേഗത്തിൽ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. കോഹ്ലി കഴിഞ്ഞാൽ 4-ാമനായി ക്രീസിലെത്തുക ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യർ ആയിരിക്കും. 2020 പരമ്പരയിലെ നായകസ്ഥാനത്തിന്റെ വലിയ സമ്മർദ്ദങ്ങളെല്ലാം താഴെ വെച്ച് ശ്രേയസിന് ഈ ഏകദിന പരമ്പരയിൽ തന്റെ ബാറ്റിംഗിൽ മാത്രമായി പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നത് ടീമിന്റെ വലിയ ഗുണം ചെയ്യും. ശ്രേയസിന് പിന്നാലെ 5-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ KL രാഹുൽ കൂടി കളിക്കുന്നതോടെ ഇന്ത്യൻ ടോപ്പ് 5 ബാറ്റിംഗ് നിര തികച്ചും ശക്തമാകും. രാഹുൽ വിക്കറ്റ് കീപ്പറായി ടീമിലുള്ളതിനാൽ നിലവിൽ മികച്ച ഫോമിലുള്ള യുവ ഓപ്പണർ ഇഷാൻ കിഷാൻ ആദ്യ മത്സരത്തിൽ ബെഞ്ചിലിരിക്കേണ്ടി വരും. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഈ പരമ്പരയിൽ കളിക്കാത്തതിനാൽ 6-ാം നമ്പറിൽ അദ്ദേഹത്തിന് പകരം ആരെ വിശ്വസ്തനായി കളിപ്പിക്കും എന്നതാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. പരിക്ക് കാരണം മറ്റൊരു യുവ സിം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയും നിലവിൽ ടീമിന് പുറത്താണ്. ഈ സാഹചര്യത്തിൽ പുതുമുഖ താരം സൂര്യവംശി ഷെഡ്ഗർ മാത്രമാണ് ഈ റോളിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ള ഏക ഓപ്ഷൻ. 6-ാം നമ്പറിൽ ബാറ്റിംഗിനൊപ്പം കുറച്ച് ഓവറുകൾ മീഡിയം പേസ് എറിയാനും സൂര്യവംശിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഈ യുവതാരത്തിന് ടീമിൽ നിന്ന് നറുക്ക് വീഴാനാണ് കൂടുതൽ സാധ്യത. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലേക്ക് വന്ന അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ഒരാളെ മാത്രമേ പ്ലെയിൻ 11 കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ സമീപകാല അനുഭവസമ്പത്ത് മുൻനിർത്തി അക്ഷർ പട്ടേലിനായിരിക്കും ടീം മാനേജ്മെന്റ് ആദ്യ പരിഗണന നൽകാനിടയുള്ളത്. 8-ാമനായി ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ സ്ഥാനത്ത് ചൈനമാൻ ബൗളർ കുൽദീപ് യാദവിന്റെ സ്ഥാനം പൂർണ്ണമായി ഉറപ്പിക്കാം. മധ്യ ഓവറുകളിൽ ഇംഗ്ലണ്ട് ബാറ്റർമാരെ കരുനിഴലിലാക്കാൻ കുൽദീപിന്റെ സ്പിൻ തന്ത്രങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ പേസ് ബൗളിംഗ് ആക്രമണത്തിന്റെ മുഴുവൻ കടിഞ്ഞാനും ലോകോത്തര ബൗളറായ ജസ്പ്രീത് ബുംറയും കൈകളിലായിരിക്കും. പരിക്കിന് ശേഷം ഏകദിനത്തിലേക്ക് തിരിച്ചെത്തുന്ന ബുംറയുടെ സാന്നിധ്യം ഇന്ത്യൻ ബൗളിംഗിന് വലിയ കരുത്ത് പകരും. അദ്ദേഹത്തിന് കൂട്ടായി ഇടംകൈയും പേസർ ആഷർ സിംഗും ഒപ്പം യുവതാരം പ്രിൻസ് യാദവും പേസ് നിരയിൽ സ്ഥാനം പിടിക്കും. ഈ മൂവർ സംഘമായിരിക്കും ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യയുടെ പേസ് ആക്രമണം നയിക്കുക. ആദ്യ ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത 11: രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, സൂര്യവംശി ഷെഡ്ഗർ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, ആഷർ സിംഗ്, പ്രിൻസ് യാദവ്. 2020 പരമ്പരയിലെ കനത്ത പരാജയങ്ങൾക്ക് ശേഷം ഏകദിന ഫോർമാറ്റിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ സീനിയർ താരങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യൻ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അനുഭവസമ്പത്തും യുവത്വവും ഒത്തിണങ്ങിയ ഈ ടീമിന് എഡ്ജ്ബാസ്റ്റണിൽ മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചാൽ
അത് വരാനിരിക്കുന്ന ലോകകപ്പ് തയ്യാറെടുപ്പുകൾക്ക് വലിയൊരു ഊർജ്ജമായി മാറും. ആദ്യ മത്സരത്തിൽ ടോസ് നിർണായകമാകുന്ന പിച്ചിൽ ഇന്ത്യൻ ബൗളർമാരും ബാറ്റർമാരും ഒരേപോലെ തിളങ്ങുമെന്നും ഇന്ത്യ വിജയത്തോടെ പരമ്പര തുടങ്ങുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. യുകെയിലെ ട്വന്റി പരമ്പരയിലെ പരാജയങ്ങൾക്ക് ശേഷം ഏകദിനത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടുത്ത ലോകകപ്പിൽ രോഹിത് ശർമ്മ കളിക്കണമെന്ന ആവശ്യത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഈ സാധ്യത 11-നെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിഷയങ്ങൾക്കുമായി സ്പോർട്സ് ബീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.